കുക്കിംഗ് സ്റ്റുഡിയോ. ഹായ് ഫ്രണ്ട്സ്, ചാർക്കോൾ കുക്കിംഗ് സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നേ ഒരു വെട്ട് കേക്ക് ഉണ്ടാക്കാം. വെട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 കപ്പ് മൈദ, അത് ഞാൻ ആളോളം ഇതിലാണ് എടുത്തേക്കുന്നത്. 2 കപ്പ് മൈദ, പിന്നെ ഒരു 1/4 കപ്പ് റവ, പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സോഡ പൗഡർ ഇടാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പക്കാരല്ലേ, അപ്പക്കാരം ഒരു 1/2 ടേബിൾ സ്പൂണാണ്, ടീസ്പൂണല്ല ടേബിൾ സ്പൂൺ. കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്കിടാം. പിന്നെ പ്ലസ് ഒരു പിഞ്ച് എന്താ പറയുക, നമ്മുടെ ഈസ്റ്റ്. അത് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുവാണെങ്കിലാണ് കേട്ടോ. ഒരു തുള്ളി ഉപ്പ് പാകത്തിന്, ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് നമുക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 3 മുട്ട പ്ലസ് അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള പഞ്ചസാര. നമ്മൾ റവ എടുത്തില്ലേ, അതേ സെയിം റവ മൈദ എടുത്ത് അതേ കപ്പിനൊരു 3/4 കപ്പോളം പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമുക്ക് 2-3 ഏലക്കത്തരിയും കൂടി ഇടാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുത്ത നമ്മളുടെ മുട്ടയുടെ ഇതില്ലേ, അത് നമുക്ക് പൊടിയിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാം. നേരത്തെ തെച്ച പൊടിയിലോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ബാറ്ററിലോട്ട് വെള്ളം ചേർക്കരുത്. ആ മുട്ടയെ നമ്മൾ പൊട്ടിച്ച് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടില്ലേ, ആ ഒരു ഇത് തന്നെ മാത്രം മതി. അത് നമുക്കൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലെ ഞാൻ സോഫ്റ്റായിട്ടുള്ള നമുക്ക് ഡവ് കിട്ടിയിട്ടുണ്ട്. ആ ഡവ് നമുക്ക് നന്നായിട്ട് ഇതുപോലെ നീളത്തിലാക്കി എടുക്കാം. അതൊരു ഷേപ്പ് വേണമല്ലോ. അപ്പം ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പണി കഴിയും. അപ്പം നീളത്തിൽ ഇതുപോലെ നമ്മൾ റോൾ ചെയ്തിട്ട് 2 സൈഡും കട്ട് ചെയ്ത് കളയാം. എളുപ്പത്തിനായിട്ട് നടുക്കൂടെ ഒന്ന് മുറിച്ചിട്ടുണ്ട്. കുഞ്ഞി കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ കടയിൽ കിട്ടുന്ന ആ ഒരു ടെക്സ്ചറും അതിൻ്റെ ഒരു സ്റ്റൈലും കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ 4ആയിട്ട് മുറിച്ചിട്ടുണ്ട്. മുറിക്കുകയെന്ന് വെച്ചാൽ കത്തി വെച്ച് ചുമ്മാ ഒരു ഷേപ്പ് കൊടുത്തിട്ടുള്ളൂ, നമുക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഡീപ്പായിട്ടത് കട്ട് ചെയ്യരുത്. ഡീപ്പായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കാം. ഇതാണ് നമ്മളുടെ ഇപ്പോൾ സെറ്റപ്പ് ആക്കി വെച്ചേക്കുന്ന വെട്ട് കേക്കിൻ്റെ വെട്ട് കേക്കിൻ്റെ ലുക്ക്. ഓക്കെ, ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി വെക്കാം. പാൻ ചൂടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം എണ്ണ ചൂടാക്കുമ്പോൾ അത് ഒത്തിരി ഹോട്ടാവരുത്. ഒത്തിരി ഹോട്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും, ഉള്ളു വേവത്തൂല. അതുകൊണ്ടൊരു മീഡിയത്തിലേ വെക്കാവുള്ളൂ. നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയത്തിലേക്ക് മാറ്റുക. ഇനി നമുക്ക് വെട്ട് കേക്ക് ഇട്ട് കൊടുക്കാം. വെട്ട് കേക്ക് ഇട്ട് കൊടുത്ത് എണ്ണ ഇച്ചിരി ചൂട് കൂടുതലായിരുന്നു, പെട്ടെന്നായി വരുന്നുണ്ട്. പക്ഷേ ഉള്ളു നമ്മളുണ്ടല്ലോ വേവാതാവും. പെട്ടെന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് എപ്പോഴും സിമ്മിലിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ സിമ്മിലേക്ക് മാറ്റാം. നമുക്ക് അടുത്ത ട്രിപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അതേ ഓരോ ട്രിപ്പായിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേക്ക്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഓക്കെ, അടിപൊളിയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക.